നടി റിനി ആൻ ജോർജ് നടത്തിയ വെളിപ്പെടുത്തലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദം ആളിക്കത്തിച്ചത്. അതിജീവിതയുമായുള്ള രാഹുലിന്റെ ശബ്ദ സംഭാഷണവും വാട്സപ്പ് ചാറ്റ് വിവരങ്ങളും സംഭവത്തിന് ഗൗരവമേറ്റി. 3 മാസത്തിനിപ്പുറം അതിജീവിതയുടെ പരാതിയിൽ രാഹുലിനെതിരെ കേസെടുത്തതോടെ ഒളിവിൽ പോക്ക്. ഒടുവിൽ കോൺഗ്രസും രാഹുലിനെ കൈവിട്ടു. രാഹുലിനെ കുരുക്കിയ ആരോപണങ്ങളുടെ ആ സംഭവ പരമ്പരകളുടെ നാൾവഴികളിലേക്ക്. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു യുവ രാഷ്ട്രീയ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമുള്ള നടി റിനി ആൻ ജോർജിന്റെ തുറന്നു പറച്ചിൽ കേരള രാഷ്ട്രീയത്തിൽ ആളിക്കത്തുന്ന തീപ്പൊരിയായി. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നാരോപിക്കുന്ന യുവതിയുടെ ശബ്ദരേഖ പുറത്തു വന്നു. ട്രാൻസ്ജെൻഡർ അവന്തികയും എഴുത്തുകാരി ഹണി ഭാസ്കരനും ഉൾപ്പെടെ മറ്റു സ്ത്രീകളും രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്ത്. ബാംഗ്ലൂർക്കും ഹൈദരാബാദും വരാൻ ആവശ്യപ്പെടുകയും അത്തരം ഇടങ്ങളിലേക്ക് പോയി നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒരാളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് യാത്രയെക്കുറിച്ച് ചോദിക്കുക, അവിടെ ചെന്നിട്ട് എന്നോട് എന്തോ അടുപ്പമുള്ള, എന്നോട് ഭയങ്കര കൂട്ടുകൂടാൻ, അയാളുടെ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇതായിരിക്കില്ലല്ലോ. എനിക്കത് മീഡിയന്റെ മുന്നിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആരോപണങ്ങൾ ശക്തമായതോടെ 2025 ഓഗസ്റ്റ് 21 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ രാഹുലിനെതിരെ നിലപാടെടുത്തു. തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നാലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ KPCC സസ്പെൻഡ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. ലൈംഗികാരോപണങ്ങളിലും സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തു. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘവും. കേസിൽ നിയമ നടപടിക്ക് താൽപര്യമില്ലെന്ന് യുവനടി ഉൾപ്പെടെ ആരോപണമുന്നയിച്ച ചില സ്ത്രീകൾ അറിയിച്ചതോടെ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി. സെപ്റ്റംബർ 16 രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തിയത് വിവാദമായി. തുടർന്ന് രാഹുൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമായി. നവംബർ 27 യുവതിയുടെ വാട്സപ്പ് ചാറ്റ് പുറത്തുവന്നു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാരോപിച്ച് യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിച്ച് ഗർഭഛിദ്രം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. ഡിസംബർ 2 മറ്റൊരു യുവതി ലൈംഗിക പീഡന പരാതി KPCCക്ക് നൽകിയതോടെ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് K മുരളീധരന്റെ പ്രതികരണം. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്, ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, AICCയുടെ അനുമതിയോടുകൂടി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.